പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തിരുസഭയുടെ സംരക്ഷകനായ, കത്തോലിക്ക സഭയുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പിതാവിന് ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുമേ, മാർച്ച് മാസം 19-ാം തീയതി, മെയ് മാസം 1-ാം തീയതി 2 മഹാദിനങ്ങൾ സഭയിലുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാളുകൾ 1870 9-ാം പിയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ ഔസേപ്പിനെ തിരുസഭ സംരക്ഷകനായിട്ട് കനിഞ്ഞ് നൽകിയത്. കുടുംബങ്ങളുടെ കാവൽക്കാരനാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, മരണാസന്നരുടെ പ്രത്യേക പ്രാർത്ഥന കാവൽക്കാരനാണ്. ഔസേപ്പിതാവിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ദൈവം തന്നെ നീതിമാൻ എന്ന് വിളിച്ച വ്യക്തിയാണ്. ഔസേപ്പിതാവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇപ്രകാരമാണ്: വിശുദ്ധ ഔസേപ്പിതാവിനെ തിരുസഭയിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, ലോകത്തിൽ തന്നെയും പ്രത്യേകം ആദരിക്കേണ്ട ആവശ്യകത വളരെ വലുതാണ്. അവിലാലെ ത്രേസ്യ പറയും, തിരുസഭാ പണ്ഡിതയാണ്, ഞാൻ ഔസേപ്പിതാവിനോട് ചോദിച്ചിട്ട് എനിക്കൊന്നും കിട്ടാതെ പോയിട്ടില്ല. ചോദിക്കുന്നത് എന്തും പുത്രനോട് പറഞ്ഞ് വാങ്ങിത്തരാൻ ശക്തിയുള്ളവനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. നമുക്കറിയാം, ഔസേപ്പിതാവ് കേരളത്തിൽ കണ്ണമാലി എന്ന സ്ഥലത്ത് 10,000-ങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് മാർച്ച് 19-ാം തീയതി സന്ദർശന കേന്ദ്രമായിരുന്നു. ഇന്ന് എല്ലാ പള്ളികളിലും ഔസേപ്പിതാവിനെ പ്രത്യേകം വണങ്ങുന്നുണ്ട്, വലിയ തിരുനാളായിട്ട് ആഘോഷിക്കുന്നുണ്ട്. വലിയ ദിവസവുമാണ് മാർച്ച് 19-ാം തീയതി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ. വെറുമൊരു സ്വപ്നക്കാരൻ, ദൈവം തൻ്റെ കാര്യങ്ങളെല്ലാം, രക്ഷാകര രഹസ്യം മുഴുവൻ വെളിപ്പെടുത്തി കൊടുത്ത ഒരാളാണ് വിശുദ്ധ ഔസേപ്പിതാവ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഔസേപ്പിതാവിന് ലഭിച്ച 3 സ്വപ്നങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലും ഇത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ളതുമാണ്. ഔസേപ്പ്, നീതിമാനായ ഔസേപ്പ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും തമ്മിൽ വിവാഹ നിശ്ചയം ചെയ്തിരുന്നതായിട്ട് നമ്മൾ വായിക്കുക. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിലാണ് എന്നാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായിട്ടുള്ള മറിയത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത്. ഔസേപ്പ് നീതിമാനാകിയാലും മറിയത്തെ അപമാന വിധേയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവൾ ഉപേക്ഷിക്കാനായിട്ട് രഹസ്യമായിട്ട് തീരുമാനിച്ചതും നമ്മൾ വായിച്ചു കേൾക്കുന്നതും ധ്യാനിക്കുന്നതും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിലാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം വിശുദ്ധ ഔസേപ്പിനെ ദൈവം പ്രത്യേകം തൻ്റെ ദൂതനെ അയച്ച് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു രംഗമാണ്. ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നീ അവന് ഈശോ എന്ന് പേരിടണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. ഇതെല്ലാം സംഭവിച്ചത് ദൈവപുത്രനെക്കുറിച്ചുള്ള വെളിപാടുകൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ്.
24 വാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, യൗസേപ്പ് നിദ്രയിൽ നിന്നുണർന്ന് ദൈവദൂതൻ കൽപ്പിച്ചതുപോലെ അനുസരിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. യോസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ അത്രയേ ഉള്ളൂ. ഒരിക്കലും സംസാരിച്ചില്ല, മറിച്ച് ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ തിരുഹിതം പ്രവർത്തിച്ച് കാണിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ രണ്ടാമത്തെ സ്വപ്നം വീണ്ടും 2-ാം അധ്യായം 13-ാം വാക്യമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. ജ്ഞാനികൾ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ വിശുദ്ധ ഔസേപ്പിനോട് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, കുട്ടിയെയും കൊണ്ട് പെട്ടെന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. കാരണം കുട്ടിയുടെ ജീവിതം അപകടത്തിലാണ്. ഹെറോദേസ് കുട്ടിയെ വധിക്കാനായിട്ട് ഉടനെ ആലോചന തുടങ്ങും. ആ രാത്രി തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യം, അപ്പോൾ തന്നെ ആ രാത്രി തന്നെ മറിയത്തെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് ജോസഫ് ഈജിപ്തിലേക്ക് യാത്രയായി. പിന്നെ 19-ാം വാക്യത്തിലാണ് നമ്മൾ വായിക്കുന്നത്, വീണ്ടും കർത്താവിൻ്റെ ദൂതൻ മൂന്നാമതും ഔസേപ്പിനെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, കുട്ടിയെ വധിക്കാനിരുന്നവൻ മരണപ്പെട്ടു കഴിഞ്ഞു, അതുകൊണ്ട് കുട്ടിയെയും കൂട്ടി തിരിച്ച് ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. 20-ാം വാക്യത്തിൽ ഔസേപ്പ് പിന്നെ ഒന്നും ആലോചിക്കുന്നില്ല. ദൈവം പറയുന്നു, തൻ്റെ ദൂതൻ വഴി ഔസേപ്പ് അനുസരിക്കുന്നു. കുട്ടിയെയും മാതാവിനെയും കൂട്ടി 20-ാം വാക്യം 2-ാം അധ്യായം ഇസ്രായേൽ ജലത്തിലേക്ക് മടങ്ങുന്നു. എന്നാൽ 21-ാം വാക്യത്തിൽ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഹെറോദേസിൻ്റെ സ്ഥാനത്ത് മകൻ അർക്ലാവോസാണ് ഭരണത്തിൽ. അപ്പം അതുകൊണ്ട് ഔസേപ്പിന് കുട്ടിയെയും കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പേടിയായി. ഗലീലയിലെ നസ്രത്തിലേക്ക് അദ്ദേഹം പിൻവാങ്ങി. ഇതും പ്രവാചക വചനം പൂർത്തീകരിക്കാനും മാലാഖയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരവുമാണ്. 24-ാം വാക്യം 2-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം, അവൻ ഈ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. അവിടെയാണ് ഔസേപ്പിതാവും മാതാവും കൂടി തൻ്റെ ശിഷ്ടകാലം യേശുവുമായിട്ട് കഴിഞ്ഞത്. ഔസേപ്പിതാവ് ദൈവഹിതം മാത്രം അന്വേഷിച്ചൊരു വ്യക്തി, നല്ല ഒരു പിതാവിൻ്റെ ചിത്രമാണ്. ഓരോ പിതാക്കന്മാരുടെയും ദൗത്യത്തെക്കുറിച്ച് ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കാണിച്ചു തരികയാണ്. നമ്മുടെ ലോകത്ത് ദൈവം നൽകുന്ന ഓരോ പുത്രനും ഈശോയുടെ പ്രതിനിധി തന്നെയാണ്. ഓരോ മാതാപിതാക്കൾക്കും ലഭിക്കുന്നത് ദൈവപുത്രന്മാരായിട്ടുള്ള മക്കൾ തന്നെയാണ്. അപ്പം അവരെ അതുപോലെ കൊണ്ടു നടക്കേണ്ട ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ഔസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ ഉടനീളം നമുക്ക് കാണിച്ചു നൽകിയത്. താൻ വളർത്തിക്കൊണ്ടുവരുന്ന പുത്രൻ ദൈവപുത്രനാണെന്ന് ഔസേപ്പിതാവ് അറിഞ്ഞിരുന്നതുകൊണ്ട് ഓരോ നിമിഷവും ഔസേപ്പിതാവ് അത്ര കരുതലയോടെയാണ് ജീവിച്ചു പോകുന്നത്. തൻ്റെ ഭാര്യയായിട്ടുള്ള മറിയം ദൈവ തിരുഹിതം അറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഉറവിടമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആദ്യ സങ്കേതമായിട്ട് ഈശോയുടെ തിരുക്കുർബാനയായി തീർന്നു എന്നുള്ള കാര്യവും ഔസേപ്പിതാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മറിയത്തെയും ഔസേപ്പിതാവ് വളരെ കാര്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. വിശുദ്ധ എഫ്രൈം പറയുന്നത് പ്രകാരമാണ്, ഔസേപ്പിതാവ് പരിശുദ്ധ അമ്മയുടെ അരികത്ത് വരുന്നത് പരിശുദ്ധ കുർബാനയുടെ സക്രാരിക്ക് മുമ്പിൽ വരുന്നത് പോലെയായിരുന്നു അത്രേ. ഔസേപ്പിതാവിൻ്റെ ജീവിതം ഓരോ പിതാക്കന്മാരും ഇന്ന് അനുകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതങ്ങളിലെല്ലാം കുറച്ചെങ്കിലും പിതാക്കന്മാർ മദ്യപാനികളാണ്, കുടുംബത്ത് കലഹമുണ്ടാക്കുന്നവരാണ്, ഭാര്യയെ ഉപദ്രവിക്കുന്നവരാണ്, മക്കൾക്ക് ദുർമാതൃക കാണിച്ചു കൊടുക്കുന്നവരാണ്. കുടുംബത്തിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ അയൽവക്കങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ കേട്ടുകേൾവിയുള്ള കുറേ പിതാക്കന്മാരെങ്കിലും ഇന്ന് ഔസേപ്പിൻ്റെ മാതൃകയിൽ ജീവിക്കുന്നവരാണോ എന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. പരസ്ത്രീ ബന്ധമുള്ള പിതാക്കന്മാരുണ്ട്. അപ്പോൾ അവിടെ നിന്നെല്ലാം ഒരു തിരിച്ചുവരവ് ഔസേപ്പിതാവിൻ്റെ തിരുനാൾ നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മക്കൾക്ക് ജന്മം നൽകി ദൈവപുത്രന്മാരാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് ഓരോ മകനിലും ഓരോ മകളിലും
വസിക്കുന്നു എന്നുള്ള ബോധ്യം ഇന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാകേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുക. നമുക്കറിയാം, വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പിതാവായ മാർട്ടിൻ തൻ്റെ ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച വ്യക്തിയാണ്. ഇന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ സഹോദരിമാർ, വിശുദ്ധ മാർട്ടിൻ, വിശുദ്ധ സെലീൻ അമ്മ എല്ലാവരും വിശുദ്ധരായിട്ട് സഭ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ മാതൃത്വത്തിന് ഏറ്റവും മാതൃക നൽകിയ ഔസേപ്പിതാവിൻ്റെ, പരിശുദ്ധ അമ്മയുടെ, ഉണ്ണീശോയുടെ ജീവിതം അനുകരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളും നമ്മുടെ ലോകത്തുണ്ട്. ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓരോ പിതാക്കന്മാരും ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. ഔസേപ്പിതാവിനെ പോലെ കുടുംബത്തിന് മാതൃക നൽകി കുടുംബത്തിൻ്റെ കാവൽക്കാരനായിട്ട് എനിക്ക് ആയിരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന്. ഓരോ തിരുനാളുകളും ഔസേപ്പിതാവിൻ്റെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നതും ഓരോ ഇതേ ഒരു സ്വപ്നം തന്നെയാണ്. ദൈവത്തിൻ്റെ ഓരോ പിതാക്കന്മാരെയും കുറിച്ചുള്ള സ്വപ്നം, ദൈവഹിതം അനുകരിച്ച് ജീവിച്ച ഔസേപ്പിതാവിനെ പോലെ നമ്മളും ജീവിതത്തിലുടനീളം പിതാക്കന്മാരാകാനായിട്ട് ഒരുങ്ങുന്നവരും പിതാക്കന്മാർ ആയിരിക്കുന്നവരും എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വലിയ വ്യക്തിയാണ് തിരുസഭയുടെ കാവൽക്കാരനായ കത്തോലിക്ക സഭയുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പിതാവ്. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് ഒരുപാട് ചിന്തകൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ വിവിധ വൈദികരിലൂടെയും സഭയുടെ പഠനങ്ങളിലൂടെയൊക്കെ നൽകിയത് വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ മഹാന്മാരായിട്ടുള്ള വ്യക്തികളായിട്ട് നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ കുടുംബനാഥന്മാരും ആയിത്തീരുവാനായിട്ടാണ്. നമുക്കറിയാം, മാർച്ച് 19 തിരുസഭയെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ഇടവകളെ സംബന്ധിച്ചിടത്തോളം മഹാദിനങ്ങളാണ്. അന്ന് എല്ലായിടത്തും പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യബലികളും ആഘോഷങ്ങളും ഊട്ടുസദ്യയും എല്ലാം നൽകുന്നതിൻ്റെ പ്രത്യേക വെളിച്ചവും ഔസേപ്പിതാവ് എന്ന ആ മഹനീയ വ്യക്തിയെ ഓർക്കുക മാത്രമല്ല, എൻ്റെ കുടുംബത്തിൽ ഔസേപ്പിതാവിൻ്റെ സ്ഥാനം വഹിക്കുന്ന പിതാവായ എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്ന് ധ്യാനിക്കുവാൻ വേണ്ടിയായിട്ടാണ്. ഔസേപ്പിതാവിൻ്റെ മാതൃക സ്വീകരിച്ച് ഞാൻ എൻ്റെ ഭാര്യയോട്, എൻ്റെ കുടുംബത്തോടായിരിക്കുമ്പോൾ എൻ്റെ മക്കളോടുള്ള സമീപനം, എൻ്റെ ഭാര്യയോടുള്ള സമീപനം അനുദിന ജീവിതത്തിൽ ഒരു ഔസേപ്പിതാവായിട്ട് തീരാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടോ? എൻ്റെ കുടുംബത്തിൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എൻ്റെ മക്കളുടെ സംരക്ഷകനാണോ ഞാൻ? എൻ്റെ അയൽവക്കക്കാർക്ക്, എൻ്റെ ഇടവകയ്ക്ക്, എന്നെ അറിയുന്നവർക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് ഔസേപ്പിതാവിനെ പോലെ സാധിക്കുന്നുണ്ടോ? ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വ്യതിചലിക്കാത്ത ഔസേപ്പിതാവിനെ പോലെ എനിക്കും ഒരു നല്ല പിതാവായിട്ട് തീരാനായിട്ട്, ലോകത്തിന് വേണ്ടി ദൈവം നൽകുന്ന മക്കളെ ലോകത്തിന് സഭയ്ക്ക് മാതൃകയായിട്ട് ജീവിപ്പിക്കുവാനായിട്ട്, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടോ? അതോ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പരസ്ത്രീ ബന്ധത്തിൻ്റെയും അഴിയിൽ കിടന്ന് ഞാൻ ഉഴലുന്ന വ്യക്തിയാണോ? കുടുംബത്തിനും നാടിനും ഇടവകയ്ക്കും എല്ലാവർക്കും ദുർമാതൃക കാണിച്ചുകൊണ്ട് ഈ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ നമ്മൾക്ക് ഓരോരുത്തർക്കും വലിയ തിരിച്ചുവരവിൻ്റെ തിരുനാളായിട്ട് മാറണം. ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സ്വപ്നങ്ങളിലൂടെ ദൈവതിരിഹിതം മാത്രം ജീവിതത്തിൽ നിറവേറ്റി തൻ്റെ പുത്രനെ ലോകത്തിന് പ്രീതികരമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന ഔസേപ്പിതാവിനെ പോലെ ഓരോ പിതാവും ഓരോ കുടുംബത്തിൻ്റെ കാവൽക്കാരനായിട്ട് മാറാൻ, എപ്പോഴും ദൈവഹിതം പ്രാർത്ഥനയിലൂടെ ആരാഞ്ഞറിയുവാനായിട്ട്, ദൈവഹിതത്തിന് സ്വരം കാതോർക്കുവാനായിട്ട് ഓരോ പിതാക്കന്മാർക്കുമുള്ള ദൗത്യത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ. മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ 1870 കാലഘട്ടം മുതൽ ഈ മാർച്ച് 19 2026 വരെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓരോ പിതാക്കന്മാരുടെയും ആ വലിയ ചുമതല ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുവാനായിട്ട് തിരുനാൾ സഹായകമാകട്ടെ. ഔസേപ്പിതാവിനെ പോലെ ഓരോ പിതാക്കന്മാർക്കും ദൈവം പ്രത്യേകം തൻ്റെ അഭിഷേകത്തിലൂടെ അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. നമുക്കറിയാം, ഓരോ വിവാഹവും ആരംഭിക്കുന്നത് അൾത്താരയ്ക്ക് മുന്നിൽ നിന്നാണ്.
ഓരോ വിവാഹത്തിൽ നിന്നും ഓരോ മക്കളെയും ദൈവം ഈ ലോകത്തിന് നൽകുന്നതും ഔസേപ്പിതാവിനെ പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ, പരിശുദ്ധ തിരുക്കുടുംബമായിട്ട് ജീവിച്ച് മക്കളെ മാതൃകാരീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനായിട്ടാണ്. ഓരോ മാതാപിതാക്കളും, പ്രത്യേകിച്ച് ഔസേപ്പിതാവിനെ ഓർക്കുമ്പോൾ ഓരോ പിതാക്കന്മാരും തങ്ങളുടെ ദൗത്യം യഥാവിധി പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിപ്പിക്കുവാനായിട്ടാണ് ഓരോ മാർച്ച് 19 നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരിക. ഈ മാർച്ച് 19 ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ തിരുസഭയുടെ കാവൽക്കാരനായ, കത്തോലിക്ക സഭയുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും അനുദിന ജീവിതത്തിൽ ഓരോ പിതാക്കന്മാർക്കും പിതാവാകാനായിട്ട് ആഗ്രഹിച്ച് ഒരുങ്ങുന്ന ഓരോരുത്തർക്കും ഔസേപ്പിതാവിനെ പോലെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുടുംബത്തെ കാവൽക്കാരനായിട്ട് നിന്നുകൊണ്ട്, സംരക്ഷകനായിട്ട് നിന്നുകൊണ്ട് ലോകത്തിന് നൽകുവാനായിട്ട്, മാതൃകയായി തീരുവാനായിട്ട് ഔസേപ്പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഈ ഔസേപ്പിതാവിൻ്റെ തിരുനാളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും മാധ്യസ്ഥ പ്രാർത്ഥനയും നമുക്ക് എന്നും ലഭിക്കും. അവിലായിലെ വിശുദ്ധ അമ്മത്രേസ്യ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവത്തിൽ നിന്ന് ഈശോ വഴി പരിശുദ്ധാത്മാവിലൂടെ വാങ്ങിത്തരുവാൻ ശക്തനായിട്ടുള്ള ഒരു കാവൽക്കാരനാണ് വിശുദ്ധ ഔസേപ്പിതാവ്. കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി മാതൃകയായിട്ട് ജീവിക്കുവാൻ വിശുദ്ധ ഔസേപ്പിതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓരോ പിതാക്കന്മാർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെയും ചുമതല അതുതന്നെയാണ്. ഓരോ പിതാക്കന്മാർക്കും വേണ്ടി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ ഔസേപ്പിതാവെ ഓരോ കുടുംബനാഥന്മാരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. ഔസേപ്പിതാവിനെ പോലെ മാതൃകരമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ജീവിക്കുവാൻ ഓരോ പിതാക്കന്മാർക്കും അനുഗ്രഹം നൽകണമേ. പ്രത്യേകിച്ച് വിവാഹമോചനത്തിൻ്റെ വഴിവെക്കിലായിരിക്കുന്ന ഓരോ പിതാക്കന്മാരെയും അതുപോലെ ഓരോ അമ്മമാരെയും അനുഗ്രഹിക്കണമേ. ദൈവസന്നിധിയിൽ നിന്ന് തങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങൾ യഥാവിധി നിർവഹിക്കാനായിട്ട് പരസ്പരം മനസ്സിലാക്കി അനുദിന ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് വിവാഹവേദിയിലെടുത്ത വാഗ്ദാനം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് ഓരോ മാതാപിതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് ഔസേപ്പിതാവിൻ്റെ തിരുനാളിൽ പ്രത്യേകമായിട്ട് നമുക്ക് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ മക്കളും മാതാപിതാക്കന്മാരെ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഈശോയെ പോലെ നല്ല ഒരു തിരുക്കുടുംബത്തിൻ്റെ മാതൃക നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ലോകത്ത് തന്നെയും ക്രൈസ്തവർ നൽകുവാനായിട്ട് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹമാകട്ടെ. ഈ മാർച്ച് 19 അനുഗ്രഹങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങളിലേക്ക് പോകുന്ന ഔസേപ്പിതാവിൻ്റെ തിരുനാളായിട്ട് തീരുവാൻ ഓരോ പിതാക്കന്മാരെയും ഓരോ കുടുംബത്തെയും കനിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.